രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നമ്മൾ തുടരണമെങ്കിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാവണം. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്നതാണ്. അതായത് അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അക്കോമഡേഷൻ, കാരണം നമുക്ക് ജീവിക്കണം. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അഖിൽ മാരാറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാം അറിഞ്ഞാണ് അഖിൽ മാരാർ 2020 പാർട്ടി വിടാൻ പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ ഇങ്ങനെ പാർട്ടി വിട്ടു എന്നൊക്കെ പറഞ്ഞുള്ള ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കുറേ മീഡിയാസിലൊക്കെ. പക്ഷേ പുള്ളിക്കാരൻ രാജി ഒഫീഷ്യലി കൊടുത്തിട്ടില്ലെന്നാണ് സാബു ജേക്കബ് പറയുന്നത്. സാബു ജേക്കബിൻ്റെ ക്ലിപ്പും ഉണ്ട്. എന്തായാലും അഖിൽ മാരാർ പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ബൈക്ക് വിൽക്കുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2 എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ BMW ഷോറൂമിൽ തന്നെ പോയി ചോദിച്ചു നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണോ ഈ ബൈക്ക് വിറ്റത്? അതിന്റെ അല്ല, എനിക്കൊരു തമാശയായിട്ട് ഞാൻ വിറ്റിരുന്നതാണ്. 20 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചൊരു ബൈക്ക് ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ പൈസയുടെ ആവശ്യം ഉണ്ടായതുകൊണ്ടല്ലേ? ഒരു വർഷമായിട്ടുള്ളൂ. തന്നില്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. 2020 എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാമെന്ന് പറഞ്ഞ ആൾക്കാർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഇവർ ചെയ്യേണ്ട, അതായത് എനിക്ക് 5 പൈസ തരണ്ട. ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റേതായ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതായത് എൻ്റെ പോസ്റ്റർ എൻ്റേതായ രീതി ചെയ്യണം, എനിക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണം, എനിക്ക് കുറേ ക്രിയേറ്റീവ് ഐഡിയാസ് ഉണ്ട്. അത് തെരഞ്ഞെടുപ്പ് നിങ്ങളൊക്കെ പല കാര്യങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം ചെയ്യണമെന്ന് ഞാൻ കൃത്യമായ കണക്കുകൾ എഴുതി കൊടുത്തു. അതിനുള്ള എക്സ്പെൻസ് മാത്രം എഴുതി കൊടുത്തു. പക്ഷേ ഇത് ആദ്യത്തെ ഒരാഴ്ചയും തന്നില്ല. അതിനു മുമ്പ് 5 ലക്ഷം രൂപ എൻ്റെ ഇലക്ഷൻ അക്കൗണ്ടിൽ ഇട്ടു കേട്ടോ. പക്ഷേ അത് നമുക്ക് എടുത്ത് ചെലവഴിക്കാൻ പറ്റത്തില്ല. കാര്യം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ 10,000 രൂപ മാത്രമല്ലേ നമുക്ക് ഈ നിയമസഭ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷന് കണക്ക് കാണിക്കേണ്ടതാണ്. ഇന്നത്തെ അഖിൽ മാരാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അഖിൽ മാരാറിൻ്റെ 20 ലക്ഷം രൂപ വിലയുള്ള BMW പുള്ളിക്കാരൻ വിറ്റു. എന്തിനാ വിറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വിറ്റത്, അതായത് ഈ ഒരു ഇലക്ഷൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് വിറ്റതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. പുള്ളിക്കാരൻ ഈ ഇലക്ഷൻ്റെ കുറച്ച് ദിവസം മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ ഇലക്ഷനിൽ ഈ പെർട്ടിക്കുലർ ടൈമിൽ നിന്ന സമയത്ത് പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, അഖിൽ ഈ ഇലക്ഷനിൽ ജയിക്കുമോ, BJP സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അഖിൽ പറയുന്നുണ്ട്, ഞാൻ ബിഗ് ബോസിൽ നിന്ന സമയത്ത് ഞാൻ ഈ തവണ ബിഗ് ബോസ് ടൈറ്റിൽ അടിച്ചിരിക്കും. അതേ കോൺഫിഡൻസോടെ ഞാൻ പറയും ഞാൻ ഈ തവണ ജയിച്ചിരിക്കുമെന്ന് എന്ന് അഖിൽ മാരാർ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ തോറ്റതിന് ശേഷം അഖിൽ മാരാറിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് അഖിൽ മാരാറിൻ്റെ ഈ ഒരു വിഷ്വൽസ് കാണിച്ചായിരുന്നു. അപ്പോൾ അഖിൽ മാരാർ പറഞ്ഞൊരു കാര്യം, ഞാൻ അത്രയും വിഡ്ഢിയല്ല. അത് ഞാനത് ചുമ്മാ പറഞ്ഞതല്ല, ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ നേരത്തെ BJP തോക്കും നമുക്ക് നേരത്തെ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞല്ല. എനിക്കറിയാം ഞാൻ തോക്കുമെന്ന് അറിയാം. അപ്പോൾ അഖിൽ മാരാറിന് നേരത്തെ അറിയാം അഖിൽ മാരാർ തോക്കുന്ന കാര്യം അഖിൽ മാരാർ നേരത്തെ അറിയാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ 20 ലക്ഷം രൂപയുടെ ബൈക്ക് പുള്ളി വിറ്റു? പുള്ളിക്കാരൻ്റെ ബൈക്ക് വിറ്റ കാര്യം പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. പിന്നെ പുള്ളിക്കാരൻ ബെൻസൊക്കെ കൊടുക്കാൻ പോകാന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, തൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ മുടക്കി ഇതേപോലെ ഇലക്ഷൻ്റെ ഇതിനൊക്കെ ചെയ്യാനാണെങ്കിൽ പുള്ളിക്കാരൻ സ്വതന്ത്രനായിട്ട് നിന്നാൽ പോരെ? ഇവർ അഖിൽ മാരാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ മാരാറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കുറച്ച് എമൗണ്ട്സ് തരുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ ഈ പാർട്ടി വിടാനുള്ള മെയിൻ കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. പുള്ളിക്ക് പണ്ട് കുറേ ഇനോഗ്രേഷൻസും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ നിലവിൽ പുള്ളി ഈ പാർട്ടി കയറിയുകൊണ്ട് പുള്ളി ഭയങ്കര വർഗീയതയും സംസാരിക്കുന്നതുകൊണ്ട് പുള്ളിക്കാരൻ അത് കിട്ടാണ്ടായി. അപ്പോൾ പുള്ളിക്കാരൻ്റെ സോഴ്സ് ഓഫ് ഇൻകം ചെറുതായിട്ട് അങ്ങ് മുടങ്ങി. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ബുദ്ധിപരമായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് മറുകണ്ഠം ചാടിയത്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങളിൽ പലരും ഇലക്ഷന് ശേഷം ഞാനൊരു ഇലക്ട്രിക് വണ്ടി എടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കരുതി ഇവൻ ഇലക്ഷന് ഫണ്ട് കിട്ടിയതുകൊണ്ടാണ് ഇലക്ട്രിക് വണ്ടി എടുത്തത്. എൻ്റെ പൊന്ന്, എൻ്റെ മക്കളാണ് സത്യം. ബെൻസ് പതുക്കെ അങ്ങ് വിറ്റിട്ട് ഇലക്ട്രിക് വണ്ടിയിൽ നടന്നാൽ മാസമുള്ള ചിലവ് കുറയും. കാര്യം എൻ്റെ അച്ഛന് ക്യാൻസറാണ്. ഞാൻ എറണാകുളത്ത് നിന്ന് ഞാൻ കൊട്ടാരക്കരയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പോകേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാവും. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി പോകുന്നതല്ലോ, ഞാൻ പോയി വരുന്ന കാര്യമല്ലേ. അതിന് ബെൻസിൽ പോയി വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 4,000-5,000 രൂപ ചിലവാണ്. ഇലക്ട്രിക് വണ്ടി ആകുമ്പോഴത്തേക്ക് ലാഭം ഉണ്ടാവും. എനിക്ക് വരുമാനം വരുന്നത് അവസാനിച്ചു. ഇന്ത്യയിലേക്ക് പോയതിന് ശേഷം എന്നോട് അത്രയും അടുപ്പമുള്ള എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർ എന്നെ വിളിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല വരുമാനങ്ങളും അവസാനിച്ചു. ഇതേ സമയം നമ്മൾ പഴി കേൾക്കേണ്ടി വരുന്നു. ഈശ്വരൻ അനുഗ്രഹിച്ച് ഏഷ്യാൻ്റെ തന്നെ മറ്റൊരു ഷോയുടെ ഭാഗമായി ഞാൻ മുന്നോട്ട് പോകുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അല്ലാതെ ഇവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയം പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അഖിൽ മാരാർ ഈ പാർട്ടി വിടാനുള്ള മെയിൻ കാരണം. പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്, അതായത് ഈ ഒരു പാർട്ടിയിൽ ചേർന്നതിന് ശേഷം അതായത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രൊമോഷൻസ് പോലും ഇപ്പോൾ കിട്ടുന്നില്ല. അതായത് ഇനോഗ്രേഷൻസ് കുറേ പേര് വിളിക്കുന്നില്ല ഈ പാർട്ടിക്കാരനായതുകൊണ്ട്. പണ്ട് അഖിൽ മാരാർ ഈ ഒരു പാർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഭയങ്കര വലിയ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര വർഗീയതയാണ് സംസാരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ആ അഖിൽ മാരാർ ഈ പാർട്ടിയുടെ ഒപ്പം ചേർന്ന് വർഗീയത തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് നാട്ടുകാർ ഇതൊക്കെ നോട്ട് ചെയ്യുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ പബ്ലിഷ് ചെയ്ത കാര്യമാണ്. നാട്ടുകാർ എടുത്തിട്ട് അങ്ങോട്ട് ഏറി കയറ്റി. പുള്ളിയുടെ വിചാരം എന്തായിരുന്നു, പുള്ളി ബിഗ് ബോസിൽ ജയിച്ച പോലെ ഇവിടെ അങ്ങോട്ട് അത്രയും വലിയ സപ്പോർട്ട് കിട്ടുമെന്ന രീതിയിൽ തന്നെയായിരുന്നു പുള്ളിക്കാരൻ നിന്നത്. പക്ഷേ പാളിപ്പോയി. രമേഷ് പിഷാരടി കുറച്ച് നാൾക്ക് മുന്നേ ഒരു എപ്പിക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് അഖിൽ മാരാർ എന്നെക്കുറിച്ച് സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആരും എന്നെ അത് തിരുത്താൻ നിൽക്കണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അഖിൽ തന്നെ ഞാൻ നല്ലൊരുത്തനായിരിക്കും, മഹാനായ വ്യക്തിയാണെന്നാണ് അഖിൽ തന്നെ തിരുത്തി പറയും. ശരിക്കും പറഞ്ഞാൽ രമേഷ് പിഷാരടി ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ഇതോടുകൂടി പ്രൂവ് ആയിരിക്കുകയാണ്.
ആരും ഒന്നും പറഞ്ഞില്ല. ആദ്യം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്ത് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു, അതിനുശേഷം BJP-നെ സപ്പോർട്ട് ചെയ്തു, ഇപ്പോൾ BJP-നെ തള്ളിപ്പറയുന്നു. ഇതൊരുമാതിരി ഓന്തിന് സ്വഭാവം. പണ്ട് ഇതേപോലെ തന്നെ ബിഗ് ബോസിൽ കയറില്ല, ബിഗ് ബോസ് ഒരു ചവർ ഷോ ആണെന്ന് പറഞ്ഞു, ബിഗ് ബോസിൽ കയറി. അതിനുശേഷം BJP ഇതേ ഒരു വർഗീയത പാർട്ടിയാന്ന് പറഞ്ഞു, BJP കയറി BJP സപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ തന്നെ കോൺഗ്രസ്. ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ അച്ഛനൊക്കെ കോൺഗ്രസ് തന്നെയാണെന്ന് പറഞ്ഞ ആൾ പിന്നെ ഇതിൽ കയറിയപ്പോൾ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ അഖിലിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഓന്ത് കാണിക്കുന്ന ഒരു അതേ സ്വഭാവമാണ് അഖിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ. എന്തായാലും അഖിൽമാരെ പണ്ടത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. 5 മിനിറ്റ് പോലും എന്റെ ജീവിതത്തിൽ ബിഗ് ബോസ് എന്ന പരിപാടി ഞാൻ കണ്ടിട്ടില്ല. അതേകാര്യം ഞാൻ ലുലുമാളിൽ പോയി നടുവടി മുണ്ടോക്കി കാണിച്ചിട്ട് 4 പേരെ കൂട്ടുന്നില്ല. ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു റിയാലിറ്റി ഷോയുടെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ള മഹാഭാഗ്യം ലഭിച്ച ഒരാൾ. എനിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാന്ന് പറയാം. എനിക്ക് BJP-യുടെ എല്ലാ നയങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്നത്. പക്ഷേ വർഗീയത കിടക്കുന്നത് അതാണ് അവരുടെ ബേസ്. കേട്ടല്ലോ, നിന്ന നിൽപ്പിൽ നിലപാട് മാറ്റുന്ന ഒരു മനുഷ്യനാണ് ഈ പുള്ളിക്കാരൻ. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പോലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മാറ്റി പറയും, അത് വേറെ കാര്യം. പിന്നെ എന്തുകൊണ്ട് അഖിൽമാരാറിനെയും ഈ റോബിൻ രാധാകൃഷ്ണനെയും പോലെയുള്ള ആൾക്കാരെ BJP പാർട്ടി വിളിക്കുന്നതിൻ്റെ ഉള്ള ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം നമ്മുടെ അഭിലാഷ്, ബിഗ് ബോസ് താരമായ അഭിലാഷ് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ചേട്ടൻ ഭാവിയിൽ സ്വീകരണം വന്നു കഴിഞ്ഞാൽ ചേട്ടൻ ലക്ഷ്യം കിട്ടും. ഞാൻ സ്വീകരണം വരുമോ വരത്തില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമ്മളെയൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്നെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം അവരുടെ ചോയ്സാണ്. ഇപ്പോൾ റോബിനെ അല്ലെങ്കിൽ അഖിൽമാരാറിനെ ആവശ്യമുള്ളത് എന്തുകൊണ്ടാണ്? അവരെ വിറ്റഴിക്കാൻ പറ്റും. അതായത് ഏത് പാർട്ടിക്കാണ് അവരെ വിറ്റഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ അങ്ങനെ ഒരു വിറ്റഴിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഉറപ്പ് പറയാം, വർഗീയ പാർട്ടികൾക്ക്, അതായത് മതം ഭരിക്കുന്ന പാർട്ടികൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. എന്റെ സപ്പോർട്ട്, എന്റെ വോട്ട് അങ്ങനെയുള്ള പാർട്ടി. അഭിലാഷ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റാണ്. അതായത് അഖിൽമാരാറിനെയും അതേപോലെ റോബിൻ രാധാകൃഷ്ണൻ പോലത്തെ ആൾക്കാർ ഈ പാർട്ടി ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഫെയിം യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് മെയിൻലി ഇവർ യൂസ് ചെയ്യുന്നത് ഇലക്ഷന് വേണ്ടിയിട്ട്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഇവർ കുറേ പ്രതീക്ഷിച്ചു, അഖിൽമാരന് ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു, പക്ഷേ വിചാരിച്ച എമൗണ്ട് കയ്യിൽ കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പോൾ മറുകണ്ഠം ചാടിയെന്നേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. ഒന്ന് ആലോചിക്കുക, അഖിൽമാരാറിന് നാട്ടുകാരെ സേവിക്കാനായിട്ട് മുട്ടി നിന്നിട്ട് BJP പോയി ചേർന്ന പോലെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ടി നല്ല രീതിയിൽ പൈസ ഓഫർ ചെയ്തിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അഖിൽമാരാർ അതിനൊക്കെ സമ്മതിച്ചിട്ടായിരിക്കും ഈ പാർട്ടിയിൽ വന്നത് തന്നെ. അതിനുശേഷം പുള്ളിക്കാരന് വിചാരിച്ച എമൗണ്ട് ഇലക്ഷനിൽ നല്ല രീതിയിൽ 8 വരെ പൊട്ടിയുണ്ട്, ചിലപ്പോൾ വിചാരിച്ച എമൗണ്ട് കിട്ടിക്കാണത്തില്ല. അതായിരിക്കും ഇപ്പം മറുകണ്ഠം ചാടിയത്. പുള്ളി ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. സാബു ജേക്കബ് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടേക്കാം. ശേഷം വേറെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഇല്ല. ഓ, നമുക്ക് നിലവിൽ കത്തൊന്നും വന്നിട്ടില്ല, രാജിക്കത്ത്. അതിനെ അങ്ങനെയൊന്നും മത്സരിച്ചാല് പ്രത്യേകിച്ച് ഒരു സ്ഥാനമൊന്നും ഉണ്ടായില്ലല്ലോ പുള്ളി. ഓ, അങ്ങനെ രാജിവെക്കേണ്ട തരത്തിലുള്ള പോസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല സംഘടനയിൽ. 2020 ഒരു ഔദ്യോഗിക ഇതെല്ലാം സ്ഥാനാർത്ഥിയായി നല്ല രീതിക്ക് പറഞ്ഞിട്ട് രാജിവെക്കേണ്ട കാര്യങ്ങളൊന്നും അതിലില്ല. ശരി, അപ്പൊ സംഘടനയ്ക്ക് യാതൊരു തരത്തിലുള്ള കുഴപ്പമുണ്ടാവില്ല. അത് അതിനകത്ത് ഇപ്പൊ ഒരാള് ഇപ്പൊ എത്രയോ ആളുകൾ ഏതെല്ലാം പാർട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതാണല്ലോ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് യോജിക്കാൻ പറ്റുന്നില്ലായിരിക്കും, പോയിക്കോട്ടെ, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. കൃഷ്ണമായിട്ടുള്ള ബന്ധമല്ലാതെ മറ്റു ബന്ധങ്ങളൊന്നുമില്ല പുള്ളിയായിട്ട് പാർട്ടിക്ക് അവധി. അങ്ങനെ പുള്ളിയും കൈ കഴിഞ്ഞു. അതായത് രാജിവെക്കാനുള്ള പോസ്റ്റൊന്നും പുള്ളിക്കാനില്ലെന്നാണ് ഇപ്പൊ പറയുന്നത്. അഖിൽമാരാർ പറഞ്ഞു എനിക്ക് അത്ര വലിയൊരു ഇതാണ് സ്ഥാനമാണ് ഇവർ ഓഫർ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. ശരിക്കും പറഞ്ഞു കാര്യമേയൊന്നുമില്ല, രാജിവെക്കാൻ പോലുള്ള ഇതും ഇല്ലെന്നാണ് ഇപ്പൊ പുള്ളിക്കാരൻ പറയുന്നത്. എന്തായാലും ഇതിനെയൊക്കെ പ്രതികരിച്ചുകൊണ്ട് അഖിൽമാരാർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാലും ആ വീഡിയോ കൂടെ ഒന്ന് കാണാം. പ്രിയപ്പെട്ട സാബു ജേക്കബിന്റെ മറുപടി ശ്രദ്ധയിൽപ്പെട്ടു. ഇനി എനിക്ക് പറയാനുള്ളത് BJP-യുടെ കേന്ദ്ര നേതാക്കന്മാരോടും സംസ്ഥാന നേതാക്കന്മാരോടുമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ 3 കാര്യങ്ങൾക്ക് മാത്രം ഞാൻ മറുപടി പറയുന്നു. അതിലൊന്നാമത്തെ കാര്യം, തൃക്കാക്കരയിൽ മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് ഞാൻ തൃക്കാക്കരയിൽ മത്സരിക്കാൻ ഇറങ്ങിയത് എന്നുള്ളതാണ്. അതിന് ആദ്യത്തെ മറുപടി, തൃക്കാക്കരയിൽ മത്സരിപ്പിക്കാമെന്നോ എനിക്കൊരു സീറ്റ് നൽകാമെന്നോ പറഞ്ഞല്ല എന്നെ 2020ലേക്ക് വിളിപ്പിച്ചത്. ഞാൻ 2020ലേക്ക് വരുന്നതിന് മുൻപ് തന്നെ 10 പ്രാവശ്യത്തിലധികം 2020ക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നിയോഗിച്ച റാം എന്ന് പറയുന്ന ഒരു ഡൽഹിക്കാരൻ എന്നെ 10 പ്രാവശ്യത്തിലധികം ബന്ധപ്പെട്ടിരുന്നു. ഈ പ്രാവശ്യമെല്ലാം തന്നെ ഒരു തവണ പോലും ഇയാളുമായിട്ടൊരു മീറ്റിങ്ങിനോ ചർച്ചയ്ക്കോ നിന്നുകൊടുക്കാതെ ഒഴിഞ്ഞു മാറിയ ഞാൻ പിന്നീട് കൊട്ടാരക്കരയിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോകുന്നു എന്നൊരു തീരുമാനം എൻ്റെ ഉള്ളിൽ ഞാൻ എടുത്ത സമയത്ത് റാം വീണ്ടും എന്നെ ബന്ധപ്പെടുകയും കൊട്ടാരക്കര സീറ്റിൽ മത്സരിപ്പിക്കാം, അങ്ങനെ കൊട്ടാരക്കര സീറ്റിൽ മത്സരിപ്പിക്കാം, അവിടെ അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ വന്ന് പ്രചരണം നടത്തും എന്നെല്ലാം എനിക്ക് ഉറപ്പ് നൽകി. ഞാനിത് സാബു ജേക്കബുമായി സംസാരിക്കുകയും അദ്ദേഹവും ആ ഉറപ്പ് നൽകി.
പിന്നീട് ഫെബ്രുവരി 11-ാം തീയതി ഡൽഹിയിലാണ് ഞാൻ നിൽക്കുന്നതെന്നും ഇവിടെ അഖിൽ ഉറപ്പ് നൽകിയെങ്കിൽ മാത്രമേ ആ സീറ്റ് നമ്മൾ വേടിച്ചെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി കൊട്ടാരക്കര സീറ്റ് വേടിച്ചെടുക്കുന്നു എന്ന് ഫെബ്രുവരി 11-ാം തീയതി എനിക്ക് ഉറപ്പ് നൽകിയതിന് ശേഷം മാത്രമാണ് ഞാൻ 2020യിലേക്ക് വരുന്നത്. അത് ശരി, എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. അഖിൽമാരാർ നിൽക്കുന്നതിന് നരേന്ദ്രമോദിയും അമിത്ഷായും വരുമെന്ന്. അതായത് അഖിൽമാരോട് പറഞ്ഞെന്ന്, അഖിൽമാരെ നിൽക്കുന്നതുകൊണ്ട് നരേന്ദ്രമോദിയും അമിത്ഷായും വരും അഖിൽമാരാനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. പുള്ളിക്ക് അത് വിശ്വസിച്ചാണോ പുള്ളിക്കാരൻ ഇറങ്ങിയത്? പുള്ളിക്കാരൻ അതുപോലും ആ ഒരു ബുദ്ധി പോലും ഇല്ലേ? എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. പുള്ളിക്കാരൻ മറുകണ്ഠം ചാടിയതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇനി പുള്ളിക്കാരൻ ചിലപ്പോൾ LDFിലോട്ട് പോകുമായിരിക്കും. കോൺഗ്രസിൽ എന്തായാലും ഇനി കയറ്റാൻ പോകുന്നില്ല, ഇനി LDFിലോട്ട് പോകുമായിരിക്കും. ഇനി അത് ചെയ്യുമ്പോൾ LDFിൽ പോയിട്ട് ആ പാർട്ടീനെ കുറച്ചൊരു സപ്പോർട്ട് ചെയ്ത് പറയും. അതിനുശേഷം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആ പാർട്ടീനെ തള്ളി പറയും. ഇതാണ് അഖിൽമാരാറിൻ്റെ സൈക്കിൾ, നിലവിലത്തെ സൈക്കിൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പാർട്ടിയിലോട്ട് പോയപ്പോഴത്തേക്കും അഖിൽമാറിൻ്റെ ഫുൾ പദ്ധതി പാളിപ്പോയി. അതായത് മര്യാദയ്ക്ക് പുള്ളിക്കാരൻ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കുറേ ഇന്നോഗ്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈഫ് മര്യാദയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആർത്തി മൂത്ത് കയറിയതാണ്, പിടിച്ചതാണ്, പുളിങ്കൊമ്പിൽ പിടിക്കാൻ നോക്കിയത്. ആ കൊമ്പോടെ ഒടിഞ്ഞ് താഴെ കിടപ്പുണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസും പോയി BMW പോയി. ശരിക്കും പറഞ്ഞാൽ പുള്ളി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷന് വേണ്ടിയിട്ട് വിറ്റാന്നാണ് പറയുന്നത്. ഇലക്ഷന് വേണ്ടിയിട്ട് ഫണ്ടിന് വേണ്ടിയിട്ട് വിറ്റ. അത്രയ്ക്കും നാട്ടുകാരോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ പിന്നെ സ്വതന്ത്രമായിട്ട് അങ്ങ് മത്സരിച്ചാൽ പോരായിരുന്നു. എന്തെങ്കിലും ഒരു ചിഹ്നമൊക്കെ വെച്ചിട്ട് സ്വതന്ത്രമായിട്ട് മത്സരിച്ചാൽ പോലും തോറ്റാലും പോരാ, ആ ഒരു വില ഉണ്ടായിരുന്നേനെ. പുള്ളിക്കാരൻ സ്വതന്ത്രനായിട്ട് നിന്ന് തോറ്റാലും യാതൊരു കുഴപ്പമില്ലായിരുന്നു. പുള്ളിക്കാരൻ സ്വന്തം പൈസയിൽ മുടക്കി ഈ വണ്ടിയെല്ലാം വിറ്റു. പുള്ളിക്കാരൻ്റെ സ്വന്തം പൈസ മുടക്കി ഇതേപോലെ ഇതൊക്കെ നടത്തി തോക്കുകയാണെങ്കിലും ആരും ഒന്നും പറയത്തില്ലായിരുന്നു. എന്തെങ്കിലും പറഞ്ഞ കാര്യമില്ല. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക.